loves me so. He loves me so. I can feel his hand in mine. That's all I need to know. I can feel his hand in mine. That's all I need to know. I can feel his hand in mine. That's all I need to know.
പ്രതിഷ്ഠാ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അതിന് അഭിനന്ദ ഗ്രിഗോറിയോസ് മാസ്റ്റേർമാനോസ് എപ്പിസ്കോപ്പ അതിനുവേണ്ടി നേതൃത്വം നൽകുന്നു. ഈ മനസ്സിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രവചന ശുശ്രൂഷ ബഹുമാനപ്പെട്ട പോലീസ് താമസത്തിനാണ് അച്ഛനെ സ്വാഗതം ചെയ്യുന്ന അച്ഛന്മാരെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യട്ടെ. ആരംഭിക്കണം. അത് യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുക. സകല ഭൂവാസികളുമായതുപോലെ യഹോവയ്ക്ക് പാടുകയും യഹോവയ്ക്ക് പാടിയുള്ള നാമത്തെ വാഴ്ത്തുകയും നാളോടും അവന്റെ രക്ഷയെ സ്വന്തമാക്കുകയും 33-ാമത്തെ പാട്ട് പാടി പ്രതിഷ്ഠാശുശ്രൂഷ 33 Jesus.
പരിശുദ്ധ പിതാവേ,
എന്മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ സർവ്വാന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുമെന്ന് ഓരോ പ്രാർത്ഥനയ്ക്ക് പിന്നാലെ വാക്യമായി പറയാം. ജീവനും ആരോഗ്യവും നൽകുന്നതിനായ ദൈവമേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്കായും സഹോദരീ സഹോദരങ്ങൾക്കായും അധ്യാപകർക്കായും സ്നേഹിതർക്കായും ദൈവമേ, ഞങ്ങൾ അഭ്യസനം നടത്തുന്ന വിദ്യാലയങ്ങൾക്കായും ഞങ്ങളെ നന്മയിലേക്ക് പ്രകാശത്തിലേക്ക് നടത്തുന്നതിന് പരിശ്രമിക്കുന്ന ഗുരുക്കന്മാർക്കായും ദൈവമേ, ആഗോളസഭയ്ക്കായും പ്രത്യേകിച്ച് ആഗോളസഭയ്ക്കായും തിരുമേനിമാർക്കായും പട്ടക്കാർക്കായും സുവിശേഷകർക്കായും സൺഡേ സ്കൂൾ അധ്യാപകർക്കായും ദൈവമേ, ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് സഹായമാകുന്നതിനായി സ്ഥാപിതമായിരിക്കുന്ന സൺഡേ സ്കൂൾ, യുവജന സഖ്യം, ഇടവകമിഷൻ, സേവ്യാ സംഘം മുതലായ സംഘടനകൾക്കായും ദൈവമേ, നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായ സമയം വേർതിരിക്കുക. ഓരോ പ്രാർത്ഥനയ്ക്കും ശേഷം കർത്താവേ ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്ന് പ്രതിവാക്യം പ്രാർത്ഥിക്കുക. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിക്കാം. മതം പ്രസംഗിക്കുന്നവർക്കായി, ഗാനങ്ങൾ ആലപിക്കുന്നവർക്കായ സംഘത്തിനായി, എല്ലാ പീഡനങ്ങളെയും എല്ലാ ചുമതലക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ ഭദ്രാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഭദ്രാസന അധ്യക്ഷനായ ഗ്രിഗോറിയോസ് മാസ്റ്ററിനെയും ഭദ്രാസന സെക്രട്ടറി, ട്രഷറർ, കൗൺസിൽ അസംബ്ലി അംഗങ്ങൾ എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ എല്ലാ സുവിശേഷ പ്രദേശങ്ങളെയും അവിടെ പ്രവർത്തിക്കുന്ന മിഷണറിമാർ, സുവിശേഷകർ, വിശ്വാസികൾ എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രത്യേകമായ ഭദ്രാസനത്തിൽ നടക്കുന്ന സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. രോഗികളുടെ സൗഖ്യത്തിനായി, അത്യാസക്തി മുതലായ സ്വഭാവദോഷങ്ങളുള്ളവരുടെ വിടുതലിനായി, അവരുടെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ 60 വർഷം കൺവെൻഷൻ നേതൃത്വം നൽകിയവർക്കായി, കൺവെൻഷനിലൂടെ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ച് ഇപ്പോൾ വിടുതലുകളിൽ പട്ടക്കാരായി സുവിശേഷകരായി പ്രവർത്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ശാന്തമായിട്ടിരിക്കുക. പ്രഭാതമായി Thank you.
ക്രിസ്തീയ കീർത്തനങ്ങൾ 229 പാട്ട് പാടി സ്തോത്രാഴ്ച. ക്രിസ്തീയ കീർത്തനങ്ങൾ 229. സ്വർഗീയ പിതാവേ മിഷൻ സെന്ററിന്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട റോയി പി തോമസ് അച്ഛനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു.
തിരുവേനി പ്രിയാശന്മാരെ, സൺഡേ സ്കൂൾ സമാജത്തിന്റെ പ്രവർത്തകര്, സുവിശേഷകരന്മാര്, മാതാപിതാക്കളെ, കർത്താവിന്റെ വലിയ നിയോഗത്തിനായി ഒരുങ്ങുന്ന പ്രിയ വിദ്യാർത്ഥികളെ, കുഞ്ഞുങ്ങളെ, അനുഗ്രഹീതമായ ഒരു പകലിന്റെ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളും ആയിരിക്കും. ഇവിടെ ഇരിക്കുന്ന ഇത്രയും കുട്ടികൾ യേശു കർത്താവിനായി പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. ഈ ശുശ്രൂഷയുടെ സമാരംഭത്തിൽ തന്നെ ഞാൻ ഇവിടെ അച്ഛന്മാരുടെ എണ്ണം ഞാൻ ഒന്ന് നോക്കി. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നും. 10 പേരുണ്ടെങ്കിൽ സ്വതന്ത്രമായ നശിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ ദൈവം, 12 പേരുണ്ടെങ്കിൽ ലോകത്തെ കീഴ്മേൽ മാറ്റുന്ന ശിഷ്യന്മാരുടെ എണ്ണമാക്കി അതിനെ മാറ്റുന്ന ദൈവം, 70 പേരുണ്ടെങ്കിൽ ഈരണ്ടീരണ്ടായി സുവിശേഷത്തിന്റെ നിയോഗത്തിനായി അയക്കുന്ന ദൈവം. ലൂക്കോസിന്റെ സുവിശേഷം 9-10 പേരെ അയക്കുന്നതും 70 പേരെ ഈരണ്ടീരണ്ടായി അയക്കുന്നതും നമ്മൾ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലാണ് അബ്രഹാം ചോദിച്ചത്, ദൈവമേ, സ്വതോമായ കത്തിച്ചു കളയുന്നതിന് മുമ്പ് 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ, 40 ഉണ്ടെങ്കിൽ 30 ഉണ്ടെങ്കിൽ 20 ഉണ്ടെങ്കിൽ 10 ഉണ്ടെങ്കിൽ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചത്. ഒടുവിൽ ഒരിക്കൽ കൂടെ ചോദിച്ചിട്ടാണ് 10 പേരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കത്തില്ല എന്ന് സ്വർഗ്ഗത്തിലെ ദൈവം അബ്രഹാമിന് വാക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരംഭത്തിൽ ഞാൻ അച്ഛന്മാരെ നോക്കിക്കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട തിരുമേനിയോടുകൂടെ 12 അച്ഛന്മാർ ഇവിടെ സന്നിഹിതരായി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഇത്രയും കുഞ്ഞുങ്ങളെ മാത്രമല്ല, നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ലോകയിലും അതിന്റെ ചുറ്റുപാടുകളുണ്ട് അനേകര് ഈ കാലത്തിനനുസരിച്ച് വലിയ നിയോഗത്തിനായി ഒരുക്കുക. ഈ ഭദ്രാസനത്തിൽ ഒരു 12 അച്ഛന്മാരെ തിരുമേനിയോടുകൂടെ സ്വർഗ്ഗത്തിലെ ദൈവം ഈ പ്രഭാതത്തിലെ ശുശ്രൂഷയ്ക്കായി ഒരുക്കി എന്നുള്ളതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ആദ്യമേ കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളായിരുന്നു. പെൺകുട്ടികളുടെ എണ്ണം പരിമിതമായിരുന്നു. അവിടെ ഞാൻ ദൈവം ഇത്രയും പേരെ സമർപ്പിക്കാനായിട്ടുള്ളൂ. പിന്നെയാണ് ഈ ഇത്രയും കുട്ടികൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവജനമേ, മാർത്തോമാ സഭയിലെ 10 ലക്ഷത്തോളം, around 10 lakhs ആണ് നമ്മളുടെ അംഗസംഖ്യ. എല്ലാവരും പട്ടത്വ ശുശ്രൂഷയ്ക്കായിട്ട് ഓരോരുത്തരും, ഞങ്ങൾ ഓരോ അച്ഛന്മാരും ഓരോ ദേവാലയങ്ങളിലും ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി അച്ഛനാകാൻ വേണ്ടി കുഞ്ഞുങ്ങളെ ചലഞ്ച് ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഇത്രയും കുഞ്ഞുങ്ങൾ പട്ടത്വ ശുശ്രൂഷയ്ക്കായി വന്ന ഏറ്റവും നല്ലതാണ് ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. എന്നാൽ ഇന്നോ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവിടെ സമർപ്പിതരാകുമ്പോൾ ചില വേദഭാഗങ്ങൾ പെട്ടെന്ന് നമ്മളുടെ മനസ്സുകളിലേക്ക് ഈ സമർപ്പണത്തിനായി കൊണ്ടുപോകുന്ന ഞാൻ ദൈവത്തോടുകൂടെ ദൈവകൃപയിൽ മുമ്പോട്ട് പോകാൻ എന്ന് ആഗ്രഹിക്കുക. ഇതിനാ ആദ്യമായി യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, ഇതെല്ലാം എപ്പോഴും നമ്മൾ ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുന്ന ഭാഗങ്ങളാണ്. അവിടെ യെശയ്യാവിന് ദൈവത്തിന്റെ ദർശനം ലഭിക്കുന്നതാണ്. മാലാഖമാരുടെ സാമീപ്യം, ആരാധന, പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന വലിയ ദർശനം. അവിടെ ആലയം ഭഗവന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ നിലവിളിക്കുന്നു, അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു, എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ മാലാഖമാരൊരുത്തൻ കൊടിയിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് പിടിച്ച് പ്രവാചകന്റെ അടുത്ത് വന്ന് വായ്ക്ക് കൊടുവിച്ചു, ഇതാ ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ആരെ അയക്കേണ്ടു, ആരെ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ
കർത്താവേ, ഞങ്ങളും അശുദ്ധരായി ശുദ്ധിയില്ലാതെ തകർന്നവരായി പരിശുദ്ധാലയത്തിന്റെ മഹിമയിൽ ആയിരിക്കുന്നു. സ്വർഗ്ഗത്തിലെ ദൈവം തീക്കട്ട കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കേണ്ടതിനായി ഏൽപ്പിക്കുന്നു. ആര് എവിടെ എന്ത് ചെയ്യണമെന്ന് സ്വർഗ്ഗത്തിലെ ദൈവം നിശ്ചയിക്കണമേ. നിന്റെ കൃപയിൽ ഞങ്ങളെ കാക്കണം. ഞങ്ങളിലൂടെ നിന്റെ നാമം ജയമെടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആരെ ഞാൻ അയക്കേണ്ടു? ആര് എനിക്കായി പോകും? പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, സഭയുടെ മിഷൻ ചരിത്രത്തില് ഒരു കൊച്ചു സഭ, ആ സഭയിലെ ദൈവമക്കളിലൂടെ അത്ഭുതങ്ങളെ ലോകത്തിൽ കാട്ടിക്കൊടുത്ത ദൈവകൃപയെയാണ് നാം ഇന്ന് സ്മരിക്കുന്നത്. കത്തോലിക്ക സഭയിലെ 125 കോടി ജനങ്ങളാണുള്ളത്. എന്നാൽ നമ്മുടെ കൊച്ചു സഭ ഒരു ശരീരത്തിലെ കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ ഈ കൊച്ചു സഭ ഇന്ന് ഒരു മഹാത്ഭുതമായി മാറിയിരിക്കും. അതാണ് മിഷണറി ചരിത്രം എന്ന് പറയുന്നത്. നമ്മുടെ സഭ മെഡിക്കൽ കോളേജ് പ്രധാനം, പുഷ്പഗിരി മെഡിക്കൽ കോളേജ് പോലുള്ള മെഡിക്കൽ കോളേജുകളിൽ ഒരു MBBS സീറ്റിന് 50 ലക്ഷം വരെ ഡൊണേഷൻ വാങ്ങിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു മെഡിക്കൽ കോളേജ് ആരംഭിച്ചിട്ട് എല്ലാവരെയും ഡോക്ടർമാരാക്കാനല്ല സഭയുടെ നിയോഗം. മറിച്ച് അശുദ്ധി നിറഞ്ഞ, കഷ്ടതയിലിരിക്കുന്ന, വേദനയിലിരിക്കുന്ന, തകർന്ന, ആർക്കും വേണ്ടാത്ത, അസ്വസ്ഥതകളുള്ള നിറഞ്ഞവർ, പ്രശ്നങ്ങളിൽ പട്ടിണി കിടക്കുന്നവർ, വിദ്യാഭ്യാസമില്ലാത്തവർ, വികസനമില്ലാത്ത ദേശങ്ങൾ, തൊഴിലിന് കൂലിയില്ലാത്ത തലങ്ങൾ, ഒരു പ്രതികരിക്കാൻ ശേഷിയില്ലാതെ തകർക്കപ്പെട്ടവരായ മനുഷ്യർ, അനീതിയുടെ കടകൾ കൊടികുത്തി വാഴുന്ന ദേശങ്ങൾ, അവിടെയാണ് മാർത്തോമാ സഭ നമ്മെ വിളിച്ച് നിയോഗിക്കാനായിട്ട് ഈ സഭയിലൂടെ ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് മിഷൻ സ്ട്രാറ്റജി. പലപ്പോഴും തിരുവല്ലായിൽ നമ്മൾ ആരംഭിക്കുന്നു, അല്ലെ മലപ്പുറത്ത് ദർശനങ്ങൾ പങ്കുവയ്ക്കുന്നു എന്ന് പറയുമ്പോൾ വടക്കിലെ മാരാമണായി ചുങ്കത്തറ കൺവെൻഷനും തെക്കിന്റെ മാരാമണായി കൊട്ടാരക്കര കൺവെൻഷനും ഈ ദിവസങ്ങളിൽ നടക്കുകയാണ്. ഇവിടെയെല്ലാം കുഞ്ഞുങ്ങൾ സമർപ്പിതരാകുക. ഓരോ പള്ളികളിലും കൺവെൻഷൻ, ധ്യാനയോഗങ്ങൾ, നമ്മുടെ 1000-ലധികം വരുന്ന പള്ളികൾ, അത്രത്തോളം നമ്മുടെ അച്ഛന്മാർ നമുക്ക് ഒരുക്കത്തിന്റെ ശുശ്രൂഷ നടത്തുമ്പോൾ ഇന്നിവിടെ സമർപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, അശുദ്ധിയുള്ള ജനത്തിന്റെ നടുവിൽ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എങ്ങനെയാണ് ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്, സാമൂഹ്യ രാഷ്ട്രീയ ഫലങ്ങൾ എവിടേക്കാണ് എന്നെയും നിങ്ങളെയും ദൈവം വിളിക്കുന്നത്, എന്തിനു വേണ്ടി വിളിക്കുന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തിയോട് ഇവിടെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒഴിവാക്കാൻ പറ്റാത്ത ചില പ്രതിസന്ധികളിൽ എനിക്ക് വരാൻ പറ്റിയില്ല എങ്കിലും മറ്റുള്ളവരിലൂടെ ഓരോ ദിവസത്തെയും ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഞാൻ മനസ്സിലാക്കി ചോദിച്ച് അറിയുകയുണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈ പന്തലിന്റെ കീഴിൽ ദൈവത്തിന്റെ വചനം കേട്ട വിശ്വാസ സമൂഹത്തിനായി ചിന്തിക്കുന്നു. എങ്ങനെയാണ് ഇവിടെ നമ്മൾ അശുദ്ധിയുടെ മധ്യത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളുമായി ഈ ആലയത്തിലേക്ക് വന്നിരിക്കുന്നത്. ഈ പ്രതിഷ്ഠ, ഇതിനുശേഷമുള്ള മീറ്റിംഗുകൾ, നാളെ വിശുദ്ധ കുർബാന, ഈ അച്ഛന്മാരിലൂടെ ഓരോ ആരാധനയിലും ദൈവം അശുദ്ധി നിറഞ്ഞ സമൂഹത്തിൽ ദൈവത്തിന്റെ ദൂതൻ തീക്കട്ടയുമായി നമ്മുടെ മുമ്പിലേക്ക് എത്തുകയാണ്. പ്രിയപ്പെട്ട തിരുമേനി, ഞങ്ങൾ അച്ഛന്മാർ വിശുദ്ധ കുർബാനയ്ക്ക് പരിശുദ്ധമായി വിളിക്കുമ്പോൾ തന്നെ കർത്താവേ, പാപം നിറഞ്ഞ ലോകത്തിൽ ഭാവിയായ ഞാനിതാ നിന്റെ ശരണയിലായിരിക്കുന്നു, തീക്കട്ട എന്റെ നാക്കിലേക്ക് തൊടുവിക്കണമേ. ഇവിടെ പ്രവാചകൻ പ്രകാരം പറയുന്നു, അയ്യോ ഞാൻ അശുദ്ധിയുള്ള പാപം നിറഞ്ഞ മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ ആ ദൂതൻ തീക്കട്ടയുമായി വന്ന പ്രവാചകന്റെ നാവിലേക്ക് തൊടുവിക്കുക. ഞാൻ പറയും, വിശുദ്ധ കുർബാനയിൽ അപ്പം നമ്മുടെ നാവിലേക്ക് വെക്കുമ്പോൾ അത് തീക്കട്ടയാണെന്നുള്ള ഒരു ബോധ്യമാണ് അടിസ്ഥാനപരമായി നമുക്ക് വേണ്ടുന്നത്. അപ്പവും നീയും വിശുദ്ധ കുർബാനയിൽ നമ്മുടെ നാവിലേക്ക് വെക്കുമ്പോൾ പാപം നിറഞ്ഞ, കഷ്ടനഷ്ടങ്ങളും രോഗവും ദുരിതവും നിറഞ്ഞ മനുഷ്യരുടെ മധ്യത്തിൽ അയക്കപ്പെടാനായി
ശക്തിയോടെ ആരാധനയിലൂടെ വചന കേൾവിയിലൂടെ ഒരുക്കുന്ന ദൈവം തീക്കട്ട തെളിച്ച് എന്നെ നിങ്ങളെ വിശുദ്ധീകരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് തീയായി മാറുകയാണ്. ആ തീ എന്റെ ഉള്ളിൽ കത്തുകയാണ്, എന്നിട്ട് വിശുദ്ധീകരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 1, 2, 3 അധ്യായങ്ങളിൽ നമുക്ക് കാണാം, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു അവരെ വിടുവിക്കാനായി ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ആകയാൽ നീ പോകാ എന്ന് പറഞ്ഞ് മോശയെ അയക്കുന്ന ദൈവം. അവിടെ മോശ പറയുക, ഞങ്ങൾക്ക് സംസാരശേഷിയില്ല, എനിക്ക് കുറെ കുറവുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും പറയും വിദ്യാഭ്യാസത്തിന്റെ കാര്യം, കുടുംബ പാരമ്പര്യത്തിന്റെ കാര്യം, ഞാൻ ചുങ്കത്തറക്കാരനാണ്, കാട്ടുകൊണ്ട ഇടവകക്കാരനാണ്, പാലാകര ഇടവകയാണ്, ഞങ്ങൾ അഡ്രസ് ഇല്ലാത്തവരാണ്, ഞാൻ ആരോഗ്യമില്ലാത്തവരാണ്, എനിക്ക് വേണ്ടി തിരുവല്ലായിലെ വൈദിക സെലക്ഷൻ ബോർഡിൽ വാദിക്കാൻ ആരുമില്ല, എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല എന്നൊക്കെ പറയും. ഒഴിവ് കഴിവുകൾ പറയുന്നത് എന്നെയും നിങ്ങളെയും തീരുന്ന ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാർക്ക് ഞങ്ങളുടെ പിടിയുടെ കഥകൾ പറയാനുണ്ട്, വേദനയുടെ കഥകൾ പറയാനുണ്ട്. നൈറ്റിംഗേൽസ്, രാപ്പാടികൾ പറന്ന് നടന്ന് സുന്ദരമായി പാട്ടുപാടുമ്പോൾ നാട്ടുകാർ ചോദിക്കുന്നു, കിളികളെ നിങ്ങൾ എങ്ങനെ പാടുന്നു എന്ന് ചോദിക്കുമ്പോൾ, കിളികൾ നിങ്ങൾ സ്വർഗത്തിൽ നിന്നാണോ, അവിടെ അരുവികളോ സുന്ദരമായ വനങ്ങളോ പൂക്കളോ എന്ന് ചോദിക്കുമ്പോൾ ഈ രാപ്പാടികൾ പറയുകയാണ്, ഞങ്ങൾ പുറപ്പെട്ടു വരുന്നത് അങ്ങനെയുള്ള സ്വർഗത്തിൽ നിന്നല്ല, മരുഭൂമിയിൽ നിന്നാണ്. ഞങ്ങൾ വരുന്ന ആ മരുഭൂമി മണൽ, ചൂട്, പഴുത്ത ചുട്ടുപഴുത്ത മണൽ, അവിടെ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അവിടെ കിളികളില്ല, പാട്ടുകളില്ല, മരങ്ങളില്ല, അരുവികളില്ല, സുന്ദരമായ കാഴ്ചകളില്ല. ഞങ്ങളുടെ പാട്ട് വേദനയുടെ, തിക്താനുഭവങ്ങളുടെ, ദുഃഖത്തിന്റെ, നോമ്പരങ്ങളുടെ പാട്ടാണ്. നിങ്ങൾക്ക് സുന്ദരമായി തോന്നുന്നെങ്കിൽ ഈ പാട്ടുകൾ നിങ്ങൾക്ക് ശക്തി തരട്ടെ, സൗഖ്യം തരട്ടെ, നിങ്ങളെ ജീവിപ്പിക്കട്ടെ എന്ന് പറയുക. ഇവിടെ ഇരിക്കുന്ന ഓരോ അച്ഛന്മാരും കീഴിൽ കൊടുത്ത അനുഭവങ്ങളിലൂടെയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷയ്ക്കായിട്ട് നിൽക്കുന്നത്. അവിടെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ സഭയുടെ തിരുമേനിമാർ എബ്രഹാമാണോ അതിനുള്ള തിരുമേനിയാണോ എന്റെ ജനത്തെ ചിതറിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ലോകം മുഴുവനും എന്റെ ജനത്തെ, അത് അക്ഷരമതി ശരിയാണ്. അമേരിക്കയിൽ തന്നെ 60ഓളം മാർത്തോമാ പള്ളികൾ. നമ്മുടെ തിരുമേനി തന്നെ പറയും, ഓരോ മാർത്തോമാക്കാരനും ഓരോ സുവിശേഷകനായി തീരണം. ഇന്ന് ലോകം മുഴുവനും നമ്മുടെ കൊച്ചു സഭയിലെ ശക്തരായ സുവിശേഷ സേനാനികളായിട്ടുള്ള വിശ്വാസികൾ ചിതറിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവിടെ നമ്മൾ ആളുകളോട് എത്രത്തോളം സുവിശേഷം പറയുന്നു എന്നുള്ളത് റോമാലേഖനം 8-ാം അധ്യായത്തിൽ അവിടെ കാണാം. മനുഷ്യർ ഞരങ്ങുകയാണ്. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാം പുത്രത്വത്തിന് വേണ്ടി ഉള്ളിൽ ഞരങ്ങുന്നു. രണ്ടാമതോട് പറയുന്നു, അവിടെ സൃഷ്ടി മുഴുവൻ വിടുതലിനായി ഞരങ്ങുകയാണ്. നിലവിളിക്കാനോ ഉറക്കെ പ്രാർത്ഥിക്കാനോ കരയാനോ സംസാരിക്കാനോ ഒന്നും ശക്തിയില്ല. മനുഷ്യർക്ക് ഇന്ന് ശക്തിയില്ല. പ്രപഞ്ചത്തിന്, സൃഷ്ടിക്ക്, മരങ്ങൾക്ക്, സൃഷ്ടിജാലങ്ങൾ തകർന്ന് നശിക്കുകയാണ്. മൂന്നാമത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുന്നു എന്ന് റോമാലേഖനത്തിൽ പറയുക. പ്രിയരേ, അപ്പോസ്തല പ്രവൃത്തിയിൽ നിങ്ങൾ പോയി ശക്തി ലഭിച്ചിട്ട് ഭൂമിയുടെ യെരൂശലേമിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകുവീൻ എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ നിയോഗിതരായ കർത്താവിനാൽ ഭൂമി എങ്ങും അയക്കുകയാണ്. അതുകൊണ്ട് തന്നെ യേശുവിന്റെ ശിഷ്യനായിട്ടുള്ള തോമസ് ലീഗ കേരളത്തിൽ വന്ന നമ്മുടെ അപ്പനപ്പൂപ്പന്മാരെ ഈ സുവിശേഷത്തിന്റെ നന്മ അറിയിച്ച് നമ്മളെ നിയോഗിതരാക്കി എന്നത് അവിടെയാണ് സഭയുടെ AD 52-ലാണ് സഭയുടെ ആരംഭം. പിന്നീട് കുറെ നാളുകൾ സഭ സൗണ്ട് സ്ലീപ്പിലാണ്, ഉറക്കത്തിലാണ്. പിന്നെ മിഷണറിമാരാണ് വന്ന് നമ്മളെ തട്ടി എഴുന്നേൽപ്പിച്ചത്. പോകുക, നിങ്ങൾ ഉറങ്ങാനുള്ളവരല്ല, നീ എന്തിനു ഇവിടെ കിടന്നുറങ്ങുന്നു, എഴുന്നേറ്റ് പോകണമെന്ന് ഏലിയാവിനോട് പറഞ്ഞതുപോലെ നമ്മുടെ സഭയിലുള്ള പ്രിയപ്പെട്ടവരെ മിഷണറിമാരിലൂടെ അച്ചടിശാല, പുസ്തകങ്ങള്, സ്കൂളുകള് എല്ലാം വെച്ചിട്ട് അവിടെയാണ് മിഷൻ സ്ട്രാറ്റജി, സുവിശേഷത്തിന്റെ മുന്നേറ്റ ചരിത്രം.
മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എല്ലായിടത്തേക്കും നമ്മുടെ സുവിശേഷകർ പോയി. കേരളത്തിൽ നമ്മുടെ പള്ളിയോടൊപ്പം നമ്മൾ പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചു. അതിനുശേഷം നമ്മൾ പള്ളി പാരിഷോട് പാഴ്സലേജ് പള്ളിക്കൂടങ്ങൾ, എന്നിട്ട് പഠിത്തമില്ലാതെ നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ പഠിപ്പുള്ളവരായി മാറി. വിദ്യാഭ്യാസം കൊണ്ട് കേരളം അനുഗ്രഹിക്കപ്പെട്ടു. ചെറ്റക്കുടിലുകൾ, പുല്ലുവരകൾ, മണ്ണുകൊണ്ടുള്ള പുരകൾ മാറി. എല്ലായിടത്തും ഓടിട്ട വീടുകൾ. കേരളം ദൈവത്തിന്റെ, ഭൂസ്വത്തിന്റെ ഭാഷയല്ല, ദൈവത്തിന്റെ സ്വന്തം നാടായി വികസനം കൊണ്ട് മാറി. നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരെയും പഠിപ്പിച്ചു, നേഴ്സസാക്കി, ഡോക്ടേഴ്സാക്കി. ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ നേഴ്സുമാരെയും ഡോക്ടർമാരെയും മെഡിക്കൽ പ്രൊഫഷണൽസിനെയും ഒരുക്കിവിട്ട കൊച്ചു ദേശമാണ് നമ്മുടെ കേരളം. എല്ലായിടത്തും ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ, ആശുപത്രികൾ, മെഡിക്കൽ ഫെസിലിറ്റീസ്, ആരോഗ്യ പരിപാലന രംഗം നമ്മുടെ ശക്തമായ വളർച്ചയ്ക്ക് കാരണമായി. അതുപോലെ തൊഴിലിന് കൂലി, ഇന്ന് ബംഗാളിലുള്ളവര്, ബീഹാറിലുള്ളവര്, അതുപോലെ ഒറീസയിലുള്ളവര് കൂലിക്ക് വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. പ്രതികരണം, നന്മതിന്മകളെ അറിയാൻ, നീതിബോധം, ഇതിലെല്ലാം ദൈവത്തിന്റെ ദേശമായി നമ്മുടെ നാട് മാറിയിട്ട് ഇന്ന് എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം വിളിക്കുക. എന്തിനു വേണ്ടിയാ? പോകണം. നിങ്ങൾ ഓർക്കുക, നിങ്ങളെങ്ങനെ നിങ്ങളായാണ്. കടനാട്ട് രാമകൃഷ്ണൻ തന്റെ കവിതയിലൂടെ ചോദിക്കുകയാണ്, നമ്മുടെ അപ്പനപ്പൂപ്പന്മാരെ വിദ്യ കൊണ്ടും വികസനം കൊണ്ടും തൊഴിലിന്റെ കൂലി കൊണ്ടും പ്രതികരണം കൊണ്ടും നീതിബോധം കൊണ്ടും വിടുവിക്കപ്പെട്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഇപ്പോൾ ശിയാനോട് പറയുന്നതോടെ ഈ പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് കടന്നുകൊണ്ട് പറയുന്നു, ഭാരതത്തിന്റെ ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, മറ്റെല്ലാ പ്രദേശങ്ങളും, വീടുകൾ, സമൂഹം ഇന്ന് വൃത്തികേട് കൊണ്ട്, അശുദ്ധി കൊണ്ട്, പാപങ്ങൾ കൊണ്ട്, ദുഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അവരെ വിടുവിപ്പാൻ ആരെയാണ് ഞാൻ അയക്കേണ്ടത്? ചില ലെജസീസ്, നമുക്ക് ഇതിഹാസങ്ങൾ രചിച്ചവർ, നമുക്ക് മുന്നമേ പോയിട്ടുള്ള ദൈവമക്കളെ. ഞാൻ പറഞ്ഞല്ലോ, 10 ലക്ഷത്തിൽ താഴെ വരുന്ന മാർത്തോമാക്കാർക്ക് ഇത്ര അക്ഷരന്മാരെ മതി. എന്നാൽ എല്ലാവരും അക്ഷരാകാനല്ല, എല്ലാവരും സമർപ്പിക്കപ്പെടുന്നു. അക്ഷരമോ അക്ഷമയോ? കമ്പാടി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ന് ശൂന്യമാണ്. അവിടെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടില് 3 വർഷം പഠിക്കാനോ DTH എടുക്കാനോ, ഹോസ്കോട്ടോ ബൈബിൾ സ്കൂൾ, സിഹോറായോ ബൈബിൾ സ്കൂൾ, ഡൽഹിയിലെ ധർമ്മജ്യോതി വിദ്യാപീഠം, ഇവിടെയെല്ലാം നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ പോയി പഠിച്ചിട്ട് എങ്ങനെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബിടെക്, MBA, MCA എല്ലാ പ്രൊഫഷണൽ കോഴ്സുകൾ വരുന്നു. ഇപ്പോൾ എന്റെ കൂടെ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ജോൺ പോൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സെമിനാരി വിദ്യാഭ്യാസത്തിനായി സെമിനാരി ട്രെയിനിങ്ങിന് വേണ്ടി അയച്ചിരിക്കുകയാണ്. എന്നാൽ അവിടെ ഞാൻ പറയട്ടെ, എന്നെ അയക്കണമേ നിന്റെ ശുശ്രൂഷയ്ക്കായി എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നമേ പോയ ഒരു തിരുമേനി, ഈശോ തിരുമേനി, ഈ 25 നോമ്പിൽ അനുബന്ധിച്ച 25 നോമ്പിൽ ഞാൻ CS ജോസഫ് അച്ഛന്റെയും ഈശോ തിരുമേനിയുടെയും ജീവചരിത്രങ്ങൾ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈശോ തിരുമേനി ഈ ചുങ്കത്തറയിൽ, ഈ ഭദ്രാസനത്തിൽ തന്റെ ഒരു ചെറിയ ജീവിതം കൊണ്ട് വലിയൊരു ചരിത്രം എഴുതിയ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ മകനായിരുന്നു. അതുപോലെ CS ജോസഫ് അച്ഛൻ, ഞങ്ങളൊക്കെ അച്ഛന്മാര്, ആ അച്ഛൻ J. ജോസഫ് അച്ഛൻ മലബാറിന്റെ അച്ഛനായി ഓടി നടന്ന മിഷൻ ചരിത്രത്തിൽ ഇത്രയും സഭ വരാൻ തന്റെ രക്തം ഭേദമാക്കിയ ആ അച്ഛനാണ് ഈ അച്ഛന്മാർ. അതുപോലെ P. തോമിയോദേശി ക്രിസ്തീയ കീർത്തനങ്ങളിൽ 100-ലധികം പാട്ടുകൾ എഴുതി കുന്നമുളകാൻ നടക്കിയതെന്താണെന്ന് പോലും അറിയത്തില്ല. അവിടെ 100-ലധികം പാട്ടുകൾ, നിനക്കായും ജീവനെ മരക്കുരിശിൽ വെടിഞ്ഞ മകനെ എന്ന് തുടങ്ങിയ പാട്ടുകൾ എഴുതിയിട്ട് കൊറോണ ബാധിച്ച മനുഷ്യരുടെ സ്കൂളിലെ അധ്യാപകനായിരുന്നു. പക്ഷേ ഒരു വേലക്കാരനായ മഹാരോഗം ബാധിച്ച മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി അവരോടൊന്നിച്ച് മരിച്ചു. പ്രസാദി പ്രിയദർശന്റെ ആ പാട്ടുകളിൽ എവിടെയാണ് അടക്കിയത് പോലും അറിയത്തില്ല. പക്ഷേ ഇന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ശുശ്രൂഷ രംഗങ്ങളിൽ ഈ തോമിയോദേശിയുടെ ഒരേ ഒരു മകനിലുണ്ടായ കൊച്ചുമക്കൾ ഭഗവത്ഗീതയുടെ പോലും ഇന്ത്യയുടെ MD ആയിട്ട് പ്രവർത്തിക്കുന്ന കൊച്ചുമക്കളുടെ മുത്തശ്ശനായി സ്വർഗത്തിലെ ദൈവത്തിന്റെ
ഡോക്ടർമാരാകാം. ഡോക്ടർമാർ, എത്രയോ ഡോക്ടർമാർ ഇന്നും ഒറീസയിലെ കരിയാറോഡില് രാജധാനിലുള്ള ഡോക്ടേഴ്സ്, കുമളിയിലെ ഡോക്ടർ കെ.എം. തോമസ്, അനേക ഡോക്ടർമാർ ഭാരതത്തിലെ പുരാണ സഭയിലൂടെ ഒട്ടനവധി അമ്മിക്കൈ ഇവിടങ്ങളിലുള്ള ഡോക്ടർമാര് ഇന്നത്തെ കാലത്ത്, ഇന്നലെ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ അഭിചാരിതമായി പരിചയപ്പെട്ടു. MBBS കഴിഞ്ഞു. അവര് പോസ്റ്റ് ഗ്രാജുവേഷന്റെ എൻട്രൻസ് എഴുതാനായി ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. അപ്പൊ നിങ്ങളോട് ഈ കാര്യങ്ങൾ ഞാൻ പങ്കുവച്ചപ്പോൾ അവര് തൊഴിലായി അമേരിക്കയിൽ ഒരു രീതിയിലും അമേരിക്കയ്ക്ക് ആവശ്യമില്ലാതെന്ന ഡോക്ടർ സരീഷ് ഞാൻ ഭാരതത്തിന്റെ നീറുന്ന സാഹചര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ പുഷ്പഗിരിയിൽ മുത്തൂറ്റുമായി ഇപ്പോൾ സേവനം ചെയ്തു. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അഡ്വക്കേറ്റ് സൈറസ് ഒറീസയിലെ ആദിവാസി കുഞ്ഞുങ്ങളെ മാർത്തോമാ സഭയിലൂടെ അവരെ ഒരുക്കുകയാണ്. ദൈവജനമേ, എല്ലാ ഡോക്ടേഴ്സായി, ടീച്ചേഴ്സ്, അധ്യാപകരായി, ഡോക്ടർമാരായി, മിഷണറിമാരായി, അതുപോലെ മദർ തെരേസയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മിഷണറി ഗ്രൂപ്പ്, ചാരിറ്റി ഗ്രൂപ്പ്, ടീച്ചേഴ്സ് ഗ്രൂപ്പ്, ഡോക്ടേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാണ് സൈറസ് ആദിവാസി കുട്ടികൾ. കാരണം കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനി
കുർബാനയിൽ നിലവിളിക്കുന്ന കർത്താവേ, വീണ്ടും ആ തീക്കട്ട എന്റെ നാവിൽ തൊടുവിക്കണമേ. ഇവിടെ ഇതാ എന്റെ ജനത്തെ, എന്റെ കഷ്ടത ഞാൻ കണ്ടു അവരുടെ വേദന അറിയുന്നു. ആകയാൽ നീ പോകണം. നിന്നെ ജീവിച്ച് കോടികൾ സമ്പാദിക്കാനല്ല, ഈ തകർന്ന നിലവിളിക്കുന്ന ഞരങ്ങുന്ന കരയുന്ന ജനത്തെ വിടുവിക്കാൻ നീ ഒഴിവുകൾ പറയരുത്. നീ പോകണം. നിന്നെ ഞാൻ അയക്കുന്നു. മനുഷ്യർ ഞരങ്ങുന്നു, പ്രകൃതി ഞരങ്ങുന്നു, പരിശുദ്ധാത്മാവ് ഞരങ്ങുന്നു. അവിടെ ഇനി ഒരു ഇതിഹാസം രചിക്കാനായി ദൈവമേ എന്നെ അയക്കണം. സന്തോഷത്തിനല്ല, തീവ്രമായ അനുഭവങ്ങളിൽ മനുഷ്യനെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ പറയട്ടെ അച്ഛന്മാരാകണം. ഈ ഭദ്രാസനത്തിൽ നിന്ന് ജോൺ പോൾ എന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ ജോൺ പോളിനോട് പറഞ്ഞു, നിനക്ക് ഇത്ര വിദ്യാഭ്യാസം, സൗന്ദര്യം, യോഗ്യത ഉണ്ടെങ്കിൽ നിനക്ക് അഭിവാദിതനായി നിൽക്കാനായി സാധിക്കുമോ? എന്റെ വിളി ഏതാണെന്ന് എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഒരു അച്ഛനാകണം എന്നുള്ളൊരു നിയോഗമുണ്ട്. അതിനപ്പുറത്ത് എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുക. എന്നാൽ ഇവിടെ ഇരിക്കുന്നവരെ അച്ഛന്മാരും അച്ഛന്മാരും മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, സഭയുടെ മിഷൻ ചരിത്രത്തിൽ എല്ലാവരെയും ഒരുക്കിയിട്ട സുന്ദരമായ കൊച്ചു സഭ നമ്മൾ ഇറങ്ങി പുറപ്പെടുകയാണ്, ഇവിടെ സമർപ്പിക്കപ്പെടുകയാണ്. ഈ കുഞ്ഞുങ്ങളോടൊപ്പം ഞങ്ങൾ വീണ്ടും ദൈവകരങ്ങളിൽ എത്തിക്കുക. കർത്താവെ, ഞങ്ങളെ സമർപ്പിക്കുക. ഞങ്ങളുടെ കൺവെൻഷൻ ഒരു ചടങ്ങല്ല, ഒരു ശാപമല്ല, അത് ആവർത്തിക്കപ്പെടുന്ന ഒരു സംഭവമല്ല. മറിച്ച് ഞങ്ങളെ തുടരണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഇടവകളെ തുടരണമേ. ഞങ്ങൾ ഇവിടെ പ്രകാരം എങ്ങനെ ചെയ്യണമെന്ന് കർത്താവ് ചെയ്യണം. അടിയനെ അയക്കണമേ. സമർപ്പിച്ചുകൊണ്ട് നമുക്കിറങ്ങാം. സ്വർഗത്തിലെ ദൈവമേ, നിങ്ങളെ അയക്കട്ടെ. കർത്താവിന്റെ ഇഷ്ടം നമ്മളിൽ പ്രവർത്തിച്ച് അവന് വേണ്ടി മരിക്കുവാൻ, എരിഞ്ഞാടുവാൻ കർത്താവുമേ കാത്ത് അയച്ച് അവന്റെ ഇഷ്ടം നിവർത്തിച്ച് തന്റെ നാമങ്ങളിലൂടെ ചേർക്കട്ടെ. ആമേൻ. എനിക്കിങ്ങനെ ഒരു കുഞ്ഞവസരം എന്ന പ്രിയത്തിന് വേണ്ടി കൺവെൻഷന്റെ ചുമതലക്കാരൻ, എന്റെ അച്ഛന്മാര് എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു. ഈ നിലവിളിയോട് കർത്താവിനെ വീണ്ടും വിശുദ്ധനാണ് നിന്റെ കൃപയിൽ കാക്കണമേ. അതിന് നിങ്ങൾ എനിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ മുന്നിലേക്ക് പ്രാർത്ഥിക്കണം. എല്ലാവർക്കും അവരുടെ കണ്ണുകളെ ഇത് എന്റെ സമർപ്പണത്തിന്റെ നിമിഷങ്ങളാണ്. എല്ലാവർക്കും കണ്ണുകളെ അടച്ച് മനസ്സുകളെ ഏകാഗ്രമാക്കണം. എന്റെ യേശുവിന്റെ മുഖം കാണാം. ഈ ലോകത്തിൽ അനുകരിക്കാൻ പറ്റിയ ഒരു വ്യക്തി പോലുമില്ല. നിന്നെ മാത്രം അനുകരിക്കാൻ എന്നെ സഹായിക്കണം. നിന്റെ മുഖം കാണുവാൻ എന്നെ സഹായിക്കണം. ക്രൂശിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ മുഖം, അത് നമ്മുടെ മനസ്സിൽ വെളിക്ക് വരട്ടെ. അവന്റെ കൈകളിൽ ആ കുരിശിനോട് ചേർത്ത് ആണികളാൽ അടിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ പാദങ്ങൾ ആ കുരിശിനോട് ചേർത്ത് വെച്ച് ആണികളാൽ അടിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ മാറ് റോമൻ പടയാളികൾ കുന്തം കൊണ്ട് കുത്തി തുളയ്ക്കപ്പെട്ടിരിക്കുന്നു.
അവന്റെ തലയിൽ ആനയിച്ച് വെച്ചിരിക്കുന്ന മുൾക്കിരീടത്തിൽ നിന്നും ഇറ്റിറ്റു വീഴുന്നതായ രക്തത്തുള്ളികൾ എന്റെ യേശു ആ ക്രൂശിൽ നിന്നുകൊണ്ട് എന്നെ വിളിക്കുകയാണ്. മകനെ, മകളെ, എന്റെ ഈ ക്രൂശ് വഹിക്കുവാൻ നിനക്ക് ഇഷ്ടമാണ്. ഈ ക്രൂശ് വഹിക്കുവാൻ ഇഷ്ടമാണ്. ഈ ക്രൂശ് വഹിക്കുവാൻ ഇഷ്ടമാണ്. ഈ ലോകത്തിൽ വേറെ ആരെയും നമുക്ക് നോക്കുവാനില്ല. എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയവരാണ്. ആ ക്രൂശിനെ മാത്രം നോക്കുക. ആ ക്രൂശിലെ യേശുവിനെ മാത്രം നോക്കുക. അവൻ എനിക്കായി തകർക്കപ്പെട്ടവരാണ്. അവൻ എനിക്കായി ഒഴുക്കപ്പെട്ടവരാണ്. അവന്റെ അവസാന രക്തപ്പോൾ എനിക്ക് വേണ്ടി അവൻ ചൊരിഞ്ഞു. രക്തവും ജലവും ആ മുറിവിൽ നിന്ന് ഒഴുകുകയാണ്. ജീവന്റെ അവസാനം അതെന്റെ ജീവന് വേണ്ടി അവൻ നൽകിയതാണ്. അവന് വേണ്ടി എന്റെ ജീവനെ ഞാൻ സമർപ്പിക്കുന്നു. വരുന്ന ദിനങ്ങൾ എങ്ങനെയൊക്കെ ആയിക്കൊള്ളട്ടെ, ഏതെല്ലാം സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകട്ടെ, എന്റെ യേശുവിനെ മാത്രം നോക്കി ഞാൻ എന്റെ ജീവിതയാത്ര തുടരും. വ്യക്തികളെ നോക്കിയല്ല, എന്റെ യേശുവിനെ നോക്കി ഞാൻ എന്റെ ജീവിതയാത്ര തുടരും. എന്റെ യേശുവിനായി ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. എന്റെ ബുദ്ധിയും എന്റെ ജ്ഞാനവും എന്റെ കഴിവും എന്റെ സമ്പാദ്യവും എല്ലാം ഞാൻ അവന് വേണ്ടി സമർപ്പിക്കുന്നു. നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തരായിരിക്കുവാനുള്ള വിളിയാണ് യേശുവിന്റെ വിളി. ഒരു സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ വിശ്വസ്തനായിരിക്കുവാൻ ഒരു സെമിനാരി വിദ്യാർത്ഥി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ വിശ്വസ്തനായിരിക്കുവാൻ ഒരു വൈദികൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ വിശ്വസ്തനായിരിക്കുവാൻ ഒരു സുവിശേഷകൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ വിശ്വസ്തനായിരിക്കാൻ ഒരു കോളേജ് അധ്യാപകൻ, ഒരു സ്കൂൾ അധ്യാപകൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ വിശ്വസ്തനായിരിക്കാൻ
ഒരു ക്ലർക്ക്, ഒരു പിയൂൺ, ഒരു തുപ്പുകാരി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യങ്ങളിൽ വിശ്വസ്തരായിരിക്കാനുള്ള വഴിയാണ്. മാതാപിതാക്കൾ അവർക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ വിശ്വസ്തരായിരിക്കാനുള്ള വഴിയാണ്. മക്കൾ അവർക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളിൽ വിശ്വസ്തരായിരിക്കാനുള്ള വഴിയാണ്. നീ എനിക്ക് വേണ്ടി വിശ്വസ്തമാകുമെങ്കിൽ, വിശ്വസ്തനാകുമെങ്കിൽ, വിശ്വസ്തയാകുമെങ്കിൽ തീർച്ചയായും നിന്നെ കാണുന്നവർ എന്നെ കാണും. എന്നെ കാണുന്നവർ നിന്നെ കാണണം. അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം. എന്നിൽ ക്രിസ്തു വസിക്കണം. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ബഹുമാനപ്പെട്ട ജീവനക്കാരൻ ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ ദൈവമേ, ഞങ്ങളെ തന്നെ ക്രിസ്തുവിനെ ഏൽപ്പിക്കുവാനായിട്ട് സമർപ്പിക്കാനായിട്ട് ദൈവം ഞങ്ങൾക്ക് അവസരം തന്നല്ലോ. ദൈവമേ, ക്രിസ്തുവിനെ സമർപ്പിക്കാനായിട്ട് വന്നിരിക്കുന്ന എല്ലാവരും ദൈവസ്ഥലങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനും മനുഷ്യർക്കും ദൈവമേ നന്മ ചെയ്യുന്ന നല്ല മക്കളായി വളർന്നു വരുവാനായിട്ട് ദൈവമേ ഞങ്ങളെ പ്രതിഷ്ഠയെ ദൈവമേ അവിടെ നിന്ന് സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ ദൈവത്തിൽ നിന്ന് കേട്ടതുപോലെ അനന്തരം ഞാൻ ആരെ അയക്കേണ്ടത്, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമെന്ന് പറയാൻ തക്കണം. ഞങ്ങളെ തന്നെ ദൈവമേ അവിടെ നിന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ത്യയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ദൈവമേ ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുമ്പോൾ ആ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ കർത്താവെ ദൈവം ഞങ്ങളേറ്റ ചുമതല വളരെ വിശ്വസ്തയോടെ ചെയ്യുവാനായിട്ട് ദൈവമേ വെലുക്കിനായി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തീകരിച്ച് പറഞ്ഞേക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവമായിട്ട് ഇടവരുത്തുന്നു. കൃത്യമായിട്ട് ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ നേർ നൽകുന്ന തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കൂടുതലായിട്ട് ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ. ദൈവമേ, ഞങ്ങളെ പ്രതിഷ്ഠ ശുശ്രൂഷ ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമാക്കി കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. യേശുനാഥനായി പ്രാർത്ഥന പാടുന്ന അവസരത്തിൽ ആദ്യമായി മുമ്പോട്ട് കടന്ന് നമുക്ക് കൊടുക്കേണ്ടത് ഇന്ന് അവരുടെ ജീവിതത്തിൽ ആദ്യമായി സമർപ്പിക്കുന്നത് അവരെ മുമ്പോട്ട് കടന്നവരാണ്. അതിനുശേഷം ഓരോരുത്തരുടെയും പ്രതിഷ്ഠകൾ പുനഃപ്രതിഷ്ഠിക്കുന്നതിനായി ഒഴിഞ്ഞുവന്നിട്ടുള്ളവരും അവർ മുൻപോട്ട് കടന്നു വന്ന് മുട്ടുകൊടുക്കുകയും ചെയ്യണം. സർവവും യേശുനാഥനായി പാട്ടുപാടാം. ആ സമയത്ത് ആദ്യമായി സമർപ്പിക്കുന്നവർ മുൻപോട്ട് കടന്നവര് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. സർവവും യേശുനാഥനായി Say
കരുണയുള്ളവനായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ 7 മക്കളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, അവരുടെ ആയുസ്സിൽ അവർ അവരുടെ ജീവിതത്തെ നിന്റെ കരങ്ങളിലേക്ക് നൽകിയിരിക്കുകയാണല്ലോ. അമ്മയുടെ ഉദരത്തിൽ ജീവന്റെ സ്പർശനം നീ നൽകിയ നിമിഷം മുതൽ ഈ നിമിഷങ്ങളിൽ നിന്റെ അത്ഭുതകരമായ കരങ്ങളിലെ മക്കളെ നീ പരിപാലിച്ചു. മാതാപിതാക്കൾക്ക് നല്ല മക്കളായി അവർ വളരുവാൻ സഹായിച്ചു. ഇത്രത്തോളം നന്മയോടുകൂടെ വളരുവാൻ അവരെ നീ ഒരുക്കിയല്ലോ. അവരുടെ പഠനങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിൽ ദൈവമേ, നീ അവർക്ക് താങ്ങും തണലുമായിരിക്കണമേ. ഇനിയും അവരുടെ ആയുസ്സിൽ എത്രയോ നാളുകൾ മുമ്പോട്ട് പോകുവാനുണ്ട്. എന്നാൽ ഈ ആയുസ്സിന്റെ ഈ പ്രത്യേകമായ അനുഭവത്തിൽ നിന്റെ മക്കൾ അവരുടെ ജീവിതത്തെ നിങ്ങളിലേക്ക് സമർപ്പിച്ചിരിക്കുന്നു. ദൈവമേ, നിന്റെ മക്കളുടെ സമർപ്പണത്തെ സ്വീകരിച്ച് ഓരോ ദിനങ്ങളിലും അവരെ നിന്റെ ബലത്തിൽ നിർത്തണമേ. കർത്താവേ, വശ്യാശയ ശക്തികൾ അധികമായി നിലനിൽക്കുന്ന സമൂഹത്തിൽ പിശാച് ആരെയും എഴുന്നേറ്റു എന്ന് അലറിക്കൊണ്ട് നടക്കുന്ന സാഹചര്യത്തിൽ ദൈവമേ, നിന്റെ മക്കൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആ പൈശാചികന്റെ നോട്ടം നിന്റെ മക്കളുടെ മേൽ ഉണ്ടാവുന്നത്, നിന്റെ ദൃഷ്ടി അവരുടെ മേലുണ്ടായിരിക്കണം. നിന്റെ കരങ്ങൾ അവർക്ക് കോട്ടയായിരിക്കണം, കാവലായിരിക്കണം. ഏത് ദുഷ്ട അനുഭവങ്ങളോടും എതിർത്തു നിൽപ്പാനുള്ള മാനസികവും ആത്മീയവുമാകുന്ന ധൈര്യം, ശക്തി, ബലം നിന്റെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. അവരുടെ പഠനങ്ങളിൽ നീ കൂടിയിരിക്കണം. ജ്ഞാനവും ബുദ്ധിയും അറിവും വിവേകവും കൊടുക്കണം. വളരുന്നതായ സാഹചര്യങ്ങളിൽ ദൈവമഹത്വത്തോടുകൂടെ വളരുവാൻ നിന്റെ മക്കളെ യോഗ്യതയുള്ളവരാക്കണം. നിന്റെ മക്കളെ കാണുന്നവർ യേശു ഇവരിൽ വസിക്കുന്നു, യേശു ഇവരിൽ വസിക്കുന്നു എന്ന് പറയുവാനൊക്കെ വേണം. നിന്റെ മക്കളുടെ ചിന്തകളും വാക്കുകളും പ്രവർത്തനങ്ങളും ആയിരിക്കാൻ യോഗ്യതയുള്ളവരാകുകയും ചെയ്യണം. മാതാപിതാക്കൾക്കായി സ്തോത്രം. ദൈവമേ, പ്രിയമാതാപിതാക്കൾ ഈ മക്കൾക്ക് വേണ്ടി നിരന്തോറും കണ്ണുനീരൊഴുക്കുക. എന്റെ മകൻ, എന്റെ മകൾ അവർ നിനക്കുള്ളവരായിരിക്കുമെന്നുള്ള വിശ്വാസത്തോടും ഉറപ്പോടും കൂടെ മുൻപോട്ട് പോകുവാൻ സാധ്യമാണ്. നിങ്ങളെല്ലാവരെയും ഇന്ന് പുനഃപ്രതിഷ്ഠിക്കുന്നതായുള്ളവരെയും കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, അവരുടെ ജീവിതങ്ങളെ നീ കാക്കണം. അവരുടെ പുനഃപ്രതിഷ്ഠകളെ സ്വീകരിക്കണം. ഒന്നുപോയ വീഴ്ചകളെയും കുറവുകളെയും നീ മറക്കണം. നീ അവർക്ക് മോചനം നൽകണം. ദൈവമേ, നിന്റെ ബലത്തിലും നിന്റെ സൗഖ്യത്തിലുമായിരിക്കാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാണ്. ദൈവകൃപയിൽ ഞങ്ങളെ നിലനിർത്തണം.